ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചീസി മാഗിൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഒരു നോർമൽ മാഗിനേക്കാളും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചീസി മാഗി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലത്തെ മാഗിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ നിന്നും 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി മാഗി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടും എടുക്കാവുന്നേ ഉള്ളൂ. ഈ വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു മാഗിയിൽ നിന്നും 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 എണ്ണത്തിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഇരട്ടി അളവ് എടുത്താൽ മതിയാകും. ഇനി ഒരു മാഗി ഒരു 1/4 ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. മാഗി ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വേവിച്ചെടുക്കണ്ട, ഇതുപോലെ വേണം കിട്ടാനായിട്ട്. നേരത്തെ ഒഴിച്ചിട്ടുള്ള ഒരു 2 കപ്പ് വെള്ളവും വറ്റി വരുന്ന വരെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വേണം. ഇനി ഈ ഒരു വെള്ളത്തിൽ നിന്നും മാഗി അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി മാഗി വെള്ളത്തിൽ നിന്നും മാറ്റിയതിന് ശേഷം ഒരു സൈഡിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 സ്ലൈസ്ഡ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചീസ് തന്നെ എടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിസ്സ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി പിസ്സ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഷെസ്വാൻ സോസ് എടുത്താലും മതിയാകും. രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ കെച്ചപ്പ് ഉണ്ടല്ലോ, അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. മയോണൈസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ക്രീം എന്തായാലും ചേർക്കണം, എന്നാലേ ഇതിന് ഒരു ക്രീമി ടെക്സ്ചർ വരികയുള്ളൂ. എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നുമില്ലാതെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 2 മാഗി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണോണ്ട് തന്നെ 2 മാഗിൻ്റെ മസാലയും കൂടെ ഇതുപോലെ പൊട്ടിച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്തതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. മാഗിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു മാഗി മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണ്ടിട്ട് കിട്ടാനായിട്ട് ഒത്തിരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകരുത്. ഇനി മാഗിയും മസാലയും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ടാണ് ഉണ്ടാകുക. ഇനി കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പോ 1/2 കപ്പോ കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്താലും മതിയാകും. ഇതിലേക്ക് 1 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്പൈസി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മല്ലിയിലും കൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ കഴിഞ്ഞാൽ ചീസി മാഗി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. പാസ്തയൊക്കെ കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റാണ് ഇതിനുള്ളത്. ക്രീമി പാസ്ത ഉണ്ടാക്കിയെടുക്കൂലേ, അതിൻ്റെ ഫ്ലേവറാണ് ഇതിനുള്ളത്. അത് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്